Hi guys, welcome back to Racing. So, മക്കളെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകരെ രീതിയിൽ ഞങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാത്ത കാര്യമാണ്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ സങ്കടം കണ്ടുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ കമന്റിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇന്റഗ്രേഷൻ പഠിച്ചിട്ടില്ല എന്ത് ചെയ്യും സാർ ഈ അവസാന നിമിഷത്തിൽ എന്താ ചെയ്യുക ഇന്റഗ്രേഷൻ അറിയാതെ A+ വാങ്ങാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. സോ അതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ ഒരിക്കലും ഇത് പ്രോത്സാഹിപ്പിക്കില്ല. പക്ഷെ നിങ്ങളുടെ സങ്കടം കണ്ടുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിനെ. ബാക്കിയുള്ള ഇത് പഠിക്കാൻ പറ്റുന്ന ആൾക്കാർ ഇത് കണ്ടിട്ട് ബാക്കി നിങ്ങൾ എന്താക്കരുത് തീരെ പഠിക്കാതിരിക്കും ചെയ്യരുത്. ഇന്റഗ്രേഷൻ തീരെ പഠിക്കാത്ത ഒരാൾക്ക് ഈ അവസാന നിമിഷത്തിൽ ഇന്റഗ്രേഷൻ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, മൊത്തത്തിൽ ഇത് എന്തായാലും പഠിക്കാൻ വേണ്ടി പറ്റില്ല. ഏതെങ്കിലും ഒന്ന് രണ്ട് ചോദ്യങ്ങൾ പഠിച്ചു പോകാൻ വേണ്ടി പറ്റും. മീൻസ് വലിയ ഒരുപാട് അതിലപ്പോ നമുക്ക് വരാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. ഇന്റഗ്രൽസ് ഇല്ലാതെ A+ നേടാൻ പറ്റുമോ നമുക്ക് ചോദിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്ന ഇന്റഗ്രൽസ് ഇല്ലാതെ A+ അല്ല ഫുൾ മാർക്ക് വരെ നേടാൻ പറ്റും. A+ അല്ല ഫുൾ മാർക്ക് വരെ ഇന്റഗ്രൽസ് പഠിക്കാതെ നേടാൻ പറ്റും. പക്ഷെ ഞങ്ങളത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. നിങ്ങൾ എന്താക്കുക, നിങ്ങൾ ഈ ഒരു സങ്കടം ഈ സിറ്റുവേഷനിൽ മാത്രം നിങ്ങൾ എന്താക്കുക യൂസ് ചെയ്യുക. ഇനി ഹയർ സ്റ്റഡീസിന് പോവുകയാണെങ്കിൽ ഇന്റഗ്രൽസ് എന്തായിരിക്കും നിങ്ങൾ പഠിച്ചിരിക്കുന്നത് അറിഞ്ഞിരിക്കണേ. സോ നമുക്കത് നോക്കാം. അത് കുറച്ച് ഡാറ്റയുടെ ബേസിൽ പറയാം. സോ നമുക്ക് മക്കളെ മോഡൽ എക്സാമിനൊക്കെ വന്ന വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ ചാപ്റ്റർ 1 നും 3, 4, ചാപ്റ്റർ 2, അതേപോലെ ചാപ്റ്റർ 3, ചാപ്റ്റർ 4, ചാപ്റ്റർ 6 അങ്ങനെ 13 ചാപ്റ്റേഴ്സിൽ വന്ന വെയിറ്റേജ് ആണ് 3, 4 അങ്ങനെ കാണുന്നത്. ടോട്ടൽ 80 മാർക്സ് ആണ്. അത് ഓപ്ഷൻ അടക്കം വരുന്നതാണ്. ചാപ്റ്റർ 1 ആണെങ്കിൽ ഈ 3, 4 കാണുന്നത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ചാപ്റ്റർ 2 ആണെങ്കിൽ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെ ചാപ്റ്റർ ഫോർ എക്സാമ്പിൾ ചാപ്റ്റർ 12 ആണെങ്കിൽ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ചാപ്റ്റർ 13 ആണെങ്കിൽ 3 മാർക്കിന്റെ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. സോ ഇന്റഗ്രൽസിന്റെ കേസ് വരുമ്പോൾ ഇന്റഗ്രൽസ് ആകുമ്പോൾ 3 മാർക്കിന്റെയും 6 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതേപോലെ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് 4 മാർക്കിന്റെ ക്വസ്റ്റ്യനും ഡിഫറൻഷ്യൽ ഇക്വേഷൻ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. സോ ഇത് കംപ്ലീറ്റ്ലി ഇന്റഗ്രൽസ് ഒഴിവാക്കുമ്പോൾ നിങ്ങൾക്ക് നോർമലി തോന്നും ഇത് രണ്ടും പോലോ, ഇത് രണ്ടും പഠിക്കാൻ പറ്റില്ലല്ലോ. ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് മേ ബി പഠിക്കാൻ പറ്റുന്ന വരും, പക്ഷേ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തായാലും പഠിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ സാറേ നമുക്ക് ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണം മിസ്സായി പോയി. അങ്ങനെയാണെങ്കിൽ A+ വാങ്ങാൻ പറ്റുമോ? A+ അല്ല മക്കളെ, നമുക്ക് ഫുൾ മാർക്ക് തന്നെ വാങ്ങാൻ പറ്റും. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8ാമത്തെയും 9ാമത്തെയും ചാപ്റ്ററിൽ 4 വെയിറ്റേജ് വരുന്നത്. നമുക്കറിയാം 4 മാർക്കിന് 8 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ 6 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. സോ ഇവിടെ 4 മാർക്കിന് ക്വസ്റ്റ്യൻ പോയി കഴിഞ്ഞാൽ ബാക്കി 6 മാർക്ക് ആൻസർ കൃത്യമായിട്ട് ആൻസർ ചെയ്യണം. ശ്രദ്ധിക്കണേ, കൃത്യമായിട്ട് ആൻസർ ചെയ്യുകയാണെങ്കിൽ അതെ നിങ്ങൾക്ക് എന്ത് കിട്ടും ആ സെഷനിൽ, അതായത് 4 മാർക്കിന്റെ ഭാഗത്ത് വരുന്ന ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ ഇന്റഗ്രൽസ് കേസ് വരാണെങ്കിലോ 3 മാർക്കിന്റെ ക്വസ്റ്റിനും 6 മാർക്ക് ക്വസ്റ്റിനും 3 മാർക്കിന്റെ കേസിലും 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 6 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. സോ റിമൈനിങ് 7 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ആ 7 ക്വസ്റ്റ്യൻസിൽ 6 മാർക്ക് 6 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ആ ഭാഗത്തുള്ള ഫുൾ മാർക്കും കിട്ടും. സോ 2 സെഷനിൽ എന്ത് കിട്ടി, 2 പാർട്ടിലെ ഫുൾ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്ത് കഴിഞ്ഞു. ഇനി അവസാനത്തതാണ് 6 മാർക്കിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ 6 മാർക്കിൽ 4 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ 3 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. സോ ഈ 6 മാർക്കിന്റെ ഇന്റഗ്രൽസിലെ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ റിമൈനിങ് 3 ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഫുൾ മാർക്കിനുള്ള എല്ലാ കാര്യങ്ങളും കിട്ടിയെന്നാണ്. ഇത് അവസാന നിമിഷം നിങ്ങൾക്ക് ഇന്റഗ്രൽസ് തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കോൺഫിഡൻസിന് വേണ്ടി മാത്രം പറയുകയാണ്. ഇന്റഗ്രൽസ് പറ്റുന്ന ആൾക്കാർ എന്താക്കുക, മാക്സിമം പഠിച്ചു വെക്കുക. മേ ബി 3 മാർക്കിനൊക്കെ ചെറിയ ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. ആ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനും പറ്റും. യെസ്, അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ അതിൽ ഓർഡർ ഡിഗ്രി ഒന്നും ഇന്റഗ്രേഷനോട് അങ്ങനെ കണക്റ്റഡ് അല്ല. അത് ചെയ്യാൻ വേണ്ടി പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ ഇല്ലെങ്കിലും ആ ഇന്റഗ്രേഷൻ ആകെ 2-3 ഫോർമുലാസ് ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ ആവശ്യമുള്ളൂ. അതിനാവശ്യമുള്ളത് നമുക്ക് ആ ഫിഗർ വരയ്ക്കുക. നമ്മൾ +1 പഠിച്ച കോണിക് സെക്ഷനെ പറ്റി ചെറിയ ഐഡിയ ഉണ്ടാവുന്നതാണ്. അപ്പൊ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ ഒരു പക്ഷേ ഇന്റഗ്രേഷൻ ഇല്ലെങ്കിലും നിങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ചാപ്റ്റർ. ഈ വീഡിയോ നമ്മൾ ലൈവ് കഴിഞ്ഞ് ഉടനെ തന്നെ ചെയ്യണം. അതായത് ഇന്നത്തെ ലൈവ് ഇന്നലത്തെ ചിലപ്പോൾ മേ ബി ഇതായിരിക്കും. ഇന്ന ഡേറ്റ് തരുന്ന സാർ, ഇന്ന ഡേറ്റ് 14 ആയിരിക്കും അല്ലേ? 14-ാം തീയതി ഉള്ള ലൈവ് കഴിഞ്ഞ് നമ്മൾ 15-ാം തീയതി ലൈവ് കഴിഞ്ഞിട്ട് ഡേറ്റ് ഒന്നും ഓർമ്മയില്ല. ആ ലൈവ് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ചെയ്യുന്ന കണ്ടന്റാണ്. കാരണം ഒരുപാട് മക്കൾ സങ്കടം പറയുന്നതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇന്റഗ്രേഷൻ്റെ കാര്യത്തിൽ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, വേറെ ഏതെങ്കിലും ചാപ്റ്റർ ഒക്കെ നമ്മൾ പറഞ്ഞ പോലെ A+ വാങ്ങുന്നപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറ്റും. ഫുൾ മാർക്കിനുള്ള വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം A+ വാങ്ങാൻ ഇതേപോലെ ഏതെങ്കിലുമൊക്കെ നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് പഠിക്കാൻ ശ്രമിക്കാം. നമ്മൾ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്തില്ല. നിങ്ങൾ എല്ലാം പഠിച്ചിരിക്കുന്ന ഓപ്ഷൻ ആയിട്ട് ഇത്ര ക്വസ്റ്റൻസ് അല്ലേ ചെയ്യുള്ളൂ. അപ്പൊ ക്വസ്റ്റൻസ് എന്തായാലും നിങ്ങൾ ഒഴിവാക്കുമല്ലോ. നിങ്ങൾ എന്തായാലും 80 വാങ്ങുന്ന പരിപാടി ഇല്ലല്ലോ. 60 മാർക്കാണ് നിങ്ങൾ വാങ്ങാം. അപ്പൊ അതിൽ ഒഴിവാക്കുന്ന ക്വസ്റ്റൻസ് നിങ്ങൾ സെലക്റ്റീവ് ആയിട്ട് നിങ്ങൾ പഠിക്കാത്ത ക്വസ്റ്റൻസ് ആണ് ഒഴിവാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇന്റഗ്രേഷൻ ഇല്ലെങ്കിലും നല്ലൊരു മാർക്ക് വാങ്ങാൻ വേണ്ടി പറ്റും. യെസ്, അപ്പോൾ മക്കളെ നിങ്ങൾ എന്താക്കുക, നല്ല രീതിയിൽ പഠിക്കുക. ടെൻഷൻ അടിക്കരുത് എന്ന് മാത്രമേ പറയുള്ളത്. ഒരുപാട് മക്കളെ ടെൻഷൻ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ടെൻഷൻ അടിക്കാതെ ഉഷാറായിട്ട് പഠിക്കുക. നല്ല മാർക്ക് തന്നെ വാങ്ങാം. A+ തന്നെ വാങ്ങാൻ പറ്റും. നല്ലോണം വർക്ക് ചെയ്യുക. ഉറപ്പായിട്ട് ഞങ്ങൾ ഉണ്ടാകും കൂടെ. നിങ്ങൾ നമ്മുടെ കൂടെ എന്താക്കുക, ഉഷാറായിട്ട് പഠിക്കുക. അതേപോലെ മാരത്തോണിൽ വരാൻ മറക്കരുത്. 16-ാം തീയതി 2 മണിക്കാണ് മാരത്തോൺ. അപ്പോൾ മാരത്തോൺ നമുക്ക് എന്താക്കാം എല്ലാ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് സാറേ അടുത്ത പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താക്കുക, വീഡിയോസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇനി കാര്യമില്ല എന്നാലും പറയാണ്. എന്തെങ്കിലും നിങ്ങൾ സജഷൻ പറയട്ടോ. തീർച്ചയായിട്ടും കമന്റിലൂടെ അറിയിക്കാം കേട്ടോ. സോ ഇറ്റ്സ് മീ അസ്ലം. It's me Sikandar signing off. Bye.